പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, ഞങ്ങളുടെ മക്കളെല്ലാവരെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ, ഞങ്ങളുടെ മക്കളെ അങ്ങയുടെ വലിയ ശക്തിയാൽ നിറച്ച്, സ്വർഗത്തിന്റെ സഹായത്താൽ നിറച്ച് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ ദിവസങ്ങളിൽ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലപ്പെടുത്തണമേ, ശക്തിപ്പെടുത്തണമേ. സ്വർഗത്തിന്റെ സഹായം അങ്ങയുടെ മക്കൾക്ക് നൽകുന്ന ആ വലിയ സഹായം ഞങ്ങളുടെ എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭയന്നിരിക്കുന്ന മക്കള്, പഠിക്കാൻ പറ്റാത്ത മക്കള്, ഈ സമയത്ത് പോലും പഠിക്കാൻ പറ്റാത്ത വിധം ചില അടിമത്വങ്ങളിൽ കുടുങ്ങി കഴിയുന്ന മക്കള്, മൊബൈൽ അടിമത്വം, റീലുകള്, ഗെയിമുകള്, അല്ലെങ്കിൽ കൂട്ടുകെട്ടുകള്, ചില ലഹരിയുടെ മേഖലകള്, ആ ബന്ധനങ്ങൾ, കെട്ടുകളും ഒക്കെ അഴിച്ചു മാറ്റി ഞങ്ങളുടെ മക്കളെല്ലാവരെയും സ്വതന്ത്രരാക്കണമേ. ഞങ്ങളുടെ മക്കൾക്ക് നല്ല വിജയം നൽകണമേ. ഞങ്ങളുടെ മക്കളെല്ലാവരെയും സമർപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മുടെ എല്ലാ മക്കളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ഒരുമിച്ച് അതാശംസിച്ച് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തില് നമ്മുടെ മക്കളെ സമർപ്പിച്ച് ഈ പരീക്ഷാ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കളുടെ എല്ലാ നിയോഗങ്ങളുടെ മേലും ശക്തമായ ദൈവത്തിന്റെ ഇടപെടലിനു വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മൾ ഇന്ന് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മധ്യസ്ഥവും മാതൃകയും നമ്മൾ സ്വന്തമാക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. നമുക്കറിയാം, നമ്മുടെ ഈ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന ആരംഭിച്ചത് 2024 ഓഗസ്റ്റ് മാസം 27-ാം തീയതി മോണിക്ക പുണ്യവതിയുടെ വലിയ മധ്യസ്ഥത്തില് മോണിക്ക പ്രയർ എന്നുള്ള ശുശ്രൂഷയോടെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ശുശ്രൂഷയുടെ പ്രത്യേക മധ്യസ്ഥ വിശുദ്ധ മോണിക്ക പുണ്യവതിയാണ്. ഒപ്പം സ്വർഗത്തിന്റെ സഹായവും നമ്മുടെ കൂട്ടായ്മയുടെ കൂതാശകളുടെ ശക്തിയും എല്ലാം നമുക്ക് ദൈവം നിറച്ചു നൽകിക്കൊണ്ട് ഈ ദിവസങ്ങൾ ഇപ്പൊ 2 വർഷമാവാറായി മുടങ്ങാതെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമുക്ക് കർത്താവിന് നന്ദി പറഞ്ഞു. ഞാൻ ഇന്ന് ആരാധിച്ചിരുന്നപ്പോ എന്റെ മനസ്സിലേക്ക് വന്ന വലിയൊരു കാര്യം, മോണിക്ക പുണ്യവതിയുടെ ദീർഘക്ഷമയും സ്ഥിരോത്സാഹവും അചഞ്ചലമായ വിശ്വാസവും ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നിട്ടുള്ള ഒരു കാത്തിരിപ്പ്. നീണ്ട 19-20 വർഷം ഈ മകനു വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ച ഒരമ്മ. അമ്മയുടെ കാത്തിരിപ്പ് ദൈവത്തിന് മുമ്പിൽ പ്രാർത്ഥനയോടെ കരം വിരിച്ച് തന്റെ മകന്റെ അവസ്ഥയില് ദൈവത്തിന്റെ അതിശക്തമായ ഇടപെടലിനു വേണ്ടി കാത്തിരിക്കുന്ന ഒരു അമ്മ. ഞാൻ പറയും, പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തില് നമ്മൾ മക്കളെ അല്ലെങ്കിൽ അവരുടെ അവസ്ഥകളെ ഓർത്ത് നിരാശപ്പെട്ട്, പരാതിപ്പെട്ട്, അവരെ കുറ്റപ്പെടുത്തി, അവരെ ശപിച്ച്, അവരെ വെറുത്ത്, അല്ലെങ്കിൽ അവരോട് എപ്പോഴും എണ്ണിപ്പറക്കി അനേക മാതാപിതാക്കൾക്ക് പറ്റുന്ന കാര്യമാണ് ഈ മക്കളെ പ്രാവുക, ശപിക്കുക, കുറ്റം പറയുക, എണ്ണിപ്പറക്കുക, കണക്ക് പറയുക. നമ്മളൊക്കെ ചെയ്യുന്ന കാര്യമാണ്. ചില മക്കൾക്ക് ചിലത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മളിരുന്ന് കണക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതൊക്കെ നമ്മുടെ അവസ്ഥയാണ്. പക്ഷെ ഈ മോണിക്ക പുണ്യവതിയുടെ ഒരു മാതൃക എന്ന് പറയുന്നത് കണക്ക് പറയാതെ, അല്ലെങ്കിൽ ദൈവസന്നിധിയിൽ പരാതിപ്പെടാതെ, ഈ മകനെ ശപിക്കാതെ, പ്രാകാതെ, വെറുക്കാതെ ദൈവത്തിന്റെ സന്നിധിയിൽ ഈ മകനു വേണ്ടി പ്രാർത്ഥിച്ച ഒരു അമ്മ. ഈ ഒരു വലിയൊരു മാതൃക, ഒരു ആത്മീയത ഇന്ന് ആരാധനയ്ക്ക് ഇരുന്നപ്പോ അതിശക്തമായിട്ട് എന്റെ മനസ്സിലേക്ക് വരും. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഈശോ പറഞ്ഞതാണ്, ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കുക. അതിനുവേണ്ടി വർഷങ്ങള് അല്ലെങ്കിൽ നാളുകള് നമ്മൾ അതിനു വേണ്ടി ഇരിക്കണം. കർത്താവിന്റെ മുമ്പില് നമുക്കറിയാലോ, ആ ഇരിപ്പാണ് അഗസ്ത്യനെ വിശുദ്ധനാക്കിയതും ഈ മോണിക്ക പുണ്യവതിയെ വിശുദ്ധിയാക്കിയത്.
നമ്മള് ഈ സൃഷ്ട വസ്തുക്കൾക്ക് വേണ്ടി, സൃഷ്ട നന്മകൾക്ക് വേണ്ടിയല്ല ഓടുന്നത്. നമ്മൾ ഓടുന്നത് ആത്മരക്ഷയ്ക്ക് വേണ്ടിയും സ്വർഗ സൗഭാഗ്യത്തിന് വേണ്ടിയും സൃഷ്ടാവിനെ തന്നെ കിട്ടാനും വേണ്ടിയാണ്. അതിന് കുറച്ച് കഷ്ടപ്പാടും കാത്തിരിപ്പും സഹനവും സ്ഥിരോത്സാഹവും വിശ്വാസത്തിന്റെ ഉറപ്പും ഇതൊക്കെ നമുക്ക് വേണം. ഞാൻ ഈ പറഞ്ഞ ആത്മീയതയിലേക്ക് ഇന്ന് ഒത്തിരിയേറെ പേർക്ക് വരാനൊന്നും കഴിഞ്ഞിട്ടില്ല. അതിന് പലരും ശ്രമിക്കാറുമില്ല. ഇന്ന് പ്രാർത്ഥിച്ച് മടുത്തു 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 എന്ന് പറയുന്നവര് അച്ഛൻ കുറെ കണ്ട്, അച്ഛൻ പ്രാർത്ഥിച്ചു മടുത്തു, അച്ഛൻ തുടങ്ങി അന്ന് മുതൽ മുടങ്ങാതെ പ്രാർത്ഥിക്കണ്ട് മടുത്തു വെച്ച, അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക മടുത്തു. അങ്ങനെ മടുക്കുന്നവരാണ് അനേകം പേര്. പക്ഷെ മോണിക്ക പുണ്യവതി മടുത്തില്ല. മോണിക്ക പുണ്യവതിക്കറിയാം എന്റെ ദൈവം ഇടപെടും, എന്റെ ദൈവം ഇടപെടും, എന്റെ മകൻ തിരിച്ചു വരും. ആ ധൂർത്തപുത്രന്റെ അപ്പനതാ തിരിച്ചു വരും. അതുകൊണ്ട് കണ്ണും നട്ട് നോക്കിയിരിക്കുന്ന ഒരു അപ്പൻ, ഈ അമ്മ അങ്ങനെയാണ്. അമ്മയ്ക്കറിയാം എന്റെ മോൻ വരും. കാരണം ഞാൻ സമർപ്പിച്ചിരിക്കുന്നത്, എന്റെ മകനെ സമർപ്പിച്ചിരിക്കുന്നത് സർവാധിപനും സർവശക്തനുമായ ദൈവത്തിന് മുമ്പിലാണ്. അതാണ് പ്രാർത്ഥന. അതുകൊണ്ട് ദൈവം ഇടപെട്ടിരിക്കും. അതുകൊണ്ട് എന്റെ മോൻ തിരിച്ചു വരും. പ്രത്യാശയോടെ കാത്തിരിക്കുന്നൊരമ്മ. ഇവിടെ മക്കളെ, ഈ ഒരു അവസ്ഥയിലൊക്കെ നമ്മുടെ വിശ്വാസവും നമ്മുടെ ദൈവബന്ധവും നമ്മുടെ വിശുദ്ധിയും നമ്മുടെ പ്രാർത്ഥനയും ആഴപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്, സമയം. അതുകൊണ്ട് ഈ ഒരു മാതൃക നമ്മളോട് ഇന്ന് നിങ്ങളോട് പറയാനും നമ്മെ തന്നെ പരിശോധിക്കാനൊക്കെ ദൈവം പറയാം. എനിക്കും ഒത്തിരി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ആ മക്കൾക്ക് കിട്ടാത്തത് നൊമ്പരെ പറയുമ്പോ വലിയ സങ്കടമുണ്ട്. വലിയ സങ്കടം. ചില മക്കളെ കുറിച്ചൊക്കെ ഭയങ്കര സങ്കടം. അവർക്ക് കിട്ടിയില്ല, കിട്ടിയില്ല, വിദേശത്ത് പോകാൻ പറ്റിയില്ല, പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ല, അവർ സങ്കടപ്പെട്ടു, ദൈവത്തെ വിട്ടു, പ്രാർത്ഥന കുറിച്ചു, അങ്ങനെയൊക്കെ പോണ മക്കള്. എന്നിട്ട് ഞാൻ ആ മക്കൾക്ക് വേണ്ടി നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചിട്ടും ഇതുവരെ കിട്ടാത്ത നൊമ്പരൊക്കെ എനിക്കുണ്ട്, അനേക മക്കൾക്കുണ്ട്, ഞമ്മക്കെല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഇവിടെയൊക്കെ ഇവിടെ മക്കളെ, നമ്മൾ ഈ മോണിക്ക പുണ്യവതിയുടെ മാതൃക, ആത്മീയത നമ്മൾ സ്വീകരിക്കണം. കാത്തിരിക്കുക, വിശ്വാസം വർദ്ധിക്കുക, ദൈവബന്ധത്തില് കൃപയ്ക്കുമേൽ കൃപയില് ആഴപ്പെടുക. നമ്മുടെ ദൈവം ഇടപെട്ടിരിക്കും. ഒരു വിശ്വാസത്തോടെ മുന്നോട്ട് പോകാനായിട്ട് പ്രാർത്ഥിക്കാനും തീരുമാനിക്കാനും കർത്താവിൽ ഉറച്ചു നിൽക്കാനും ഇന്ന് ഈശോ പ്രത്യേകം നമ്മുടെ കൂട്ടായ്മയോട് പറയുന്നുണ്ട്. കാരണം ഒത്തിരിയേറെ പേര് സങ്കടപ്പെട്ടിരിക്കുക. ഈ പ്രാർത്ഥന നിങ്ങൾ അനേകം മക്കളോട് പറയണം. അനേക മക്കൾക്ക് ഇന്നത്തെ ഈ ചെറിയ സന്ദേശം പകർന്നു കൊടുക്കണം. കാരണം നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ അവസ്ഥ ദൈവത്തിന്റെ പദ്ധതിയിൽ നമ്മെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കാനും വിശ്വാസം ഉറപ്പിക്കാനും കർത്താവിന്റെ ഇടപെടൽ, കർത്താവിനുള്ള വിശ്വാസം സ്ഥിരോത്സാഹത്തോടെ, വലിയ അഭിഷേകത്തോടെ, പരാതിയില്ല, പെറുവെറുപ്പില്ല, ശാപമില്ല, വെറുക്കലില്ല, അങ്ങനെയൊക്കെ ഒരു ബന്ധത്തിലും സ്നേഹത്തിലൊക്കെ നിൽക്കണം. അതുകൊണ്ട് നമ്മുടെ മക്കളെ ചേർത്ത് പിടിക്കാം. നമ്മുടെ മക്കളുടെ ജീവിതത്തില്, അവരുടെ കാര്യത്തില് കർത്താവിനെ അച്ഛപ്പോഴും പറയും, കർത്താവിനെ വിളിച്ചിടപെടുത്തിക്കുക. അത്ര ഉള്ളൂ നിന്റെയും എന്റെയും ഉത്തരവാദിത്വം. അത് നമ്മൾ വൃത്തിയായിട്ട് ചെയ്യുക. അതിനുവേണ്ടി നമ്മൾ തന്നെ വിശുദ്ധീകരിക്കുക, കുമ്പസാരിക്കുക. ദിവ്യകാന സന്നദ്ധയില് എന്തുമാത്രം സമയം മക്കൾക്ക് വേണ്ടി ഇരിക്കാൻ പറ്റുമോ ഇരിക്കുക. ഞാൻ നോക്കിയ ദിവസങ്ങളില്, ഞാൻ ഈ കാര്യം പറഞ്ഞിട്ടാണോ എന്ന് അറിയത്തില്ല, നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തില് നിത്യാരാധനയില് മക്കളുടെ പരീക്ഷാ സമയത്ത് കുറെ അമ്മമാര് വന്നിരിക്കുന്നുണ്ട്. വല്ലപ്പോഴും അപ്പന്മാരും വന്നിരിക്കാറുണ്ട്. ആരാധന ചാപ്പലിപ്പിക്കാറും എപ്പോഴും 24 മണിക്കൂർ എന്ന് പറഞ്ഞാൽ രാവിലെ 7 മണി മുതൽ വൈകിട്ട് 10 മണി വരെയാണ്. ആ സമയം മുഴുവനും എന്ന പോലെ അനേക മക്കൾ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഉറപ്പായിട്ടും എനിക്ക് തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു കർത്താവ് ഇടപെടും. അതോടൊപ്പം തന്നെ ഇന്നലെ ഞങ്ങൾ ദിവ്യകാന യാത്രയിട്ട് പാലക്കാട്, മണ്ണാർക്കാട്, മലപ്പുറം, പിന്നീട് കോഴിക്കോട്, അവിടുന്ന് തിരിച്ച് തൃശ്ശൂർ വഴി നമ്മളൊരു റൗണ്ട് വെച്ച് പ്രാർത്ഥിച്ചു. കർത്താവിന്റെ പടയോട്ടം, കർത്താവിന്റെ ശക്തി സകല മേഖലകളിലും പ്രകടമാക്കാൻ വേണ്ടി ദിവ്യകാരുണ്യനാഥന്റെ മുമ്പിൽ ഇരുന്ന് ശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ മേഖലകൾക്കും വേണ്ടി, ഈ ശുശ്രൂഷകൾക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഈ ദൈവബന്ധത്തിൽ ദൈവത്തെ വിളിച്ച് ഇടപെടുത്തിക്കുന്ന കർത്താവിന്റെ പടയോട്ടം
കർത്താവ് തിരിച്ചു പിടിക്കുന്ന ഒരു വലിയ അഭിഷേകം അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മാധ്യസ്ഥവും മാതൃകയും യാചിച്ചുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് നമുക്കും കർത്താവിൽ ഉറച്ചു നിൽക്കാം. നമ്മുടെ ദൈവം ഇടപെടും. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്. നമ്മുടെ മക്കളാരും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കില്ല. മക്കളെ മോണിക്ക പുണ്യവതിയെ പോലെ നമുക്കും മക്കൾക്ക് വേണ്ടി കണ്ണും നട്ട് കാത്തിരുന്ന് പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങയുടെ മുമ്പിലാണ് അങ്ങയുടെ മക്കളായ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ പ്രത്യേകമായ മാതൃകയും അമ്മയുടെ വിശ്വാസദാർഢ്യതയും മടുപ്പ് കൂടാതെ, മക്കളെ പഴിക്കാതെ, ശപിക്കാതെ, പരാകാതെ, വെറുക്കാതെ, കണക്ക് പറയാതെ അങ്ങയുടെ തിരുസന്നിധിയില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ അങ്ങയുടെ മക്കളായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. മോണിക്ക പുണ്യവതി വിശ്വസിച്ചത് അങ്ങയിലാണ്. അങ്ങ് ഒരിക്കലും കൈവിടില്ല. വർഷങ്ങൾ കാത്തിരുന്നു, ആ വിശ്വാസത്തോടെ കാത്തിരുന്നു. അതുപോലെ ഞങ്ങളും തിരുസന്നിധിയില് ഞങ്ങളെ, ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എഴുതിറ്റുപോയ മക്കള്, അനുസരണമില്ലാത്ത മക്കള്, ചില പാപക്കെണിയിൽ പെട്ടുപോയ മക്കള്, പഠിക്കാൻ പറ്റാതെ വേദനിക്കുന്ന മക്കള്, ഈ സമയത്ത് പരീക്ഷയ്ക്ക് ഒത്തിരിയേറെ വേദനിക്കുന്ന, തടസ്സപ്പെട്ട് കിടക്കുന്ന മക്കള്, എല്ലാ മക്കളെയും ഈശോയെ അങ്ങയുടെ മുമ്പിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെ അങ്ങേക്ക് പരമേൽപ്പിക്കുന്നു. കർത്താവെ, അങ്ങേക്ക് പരമേൽപ്പിച്ചതൊന്നും തകർന്നു പോയിട്ടില്ല, നശിച്ചു പോയിട്ടില്ല. ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു. ഈശോ ഞങ്ങളുടെ മക്കളുടെ കാര്യത്തിൽ ഇടപെടണമേ. ഇത്രയും അമ്മമാര് വിളിച്ച് കരയുന്നുണ്ട് ഈശോയെ, ഇത്തിരി സങ്കടപ്പെടുന്നുണ്ട് കർത്താവെ. മക്കളെ ഓർത്ത് വേദനിക്കുന്ന, മക്കളെ ഓർത്ത് കരയുന്ന, ചിലപ്പോഴൊക്കെ നിരാശപ്പെട്ട് എണ്ണിപ്പറക്കി പരാതിപ്പെട്ട് മക്കളെ ശപിച്ച് പ്രാഗി കണക്ക് പറഞ്ഞ് വെറുക്കുന്ന ഏതെങ്കിലും മേഖലകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഈശോ ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു. ഞങ്ങളങ്ങിൽ വിശ്വസിക്കുന്നു ഈശോയെ, ഞങ്ങളങ്ങിൽ ആശ്രയിക്കുന്ന കർത്താവെ. ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ വലിയൊരു തിരിച്ചുവരവും അനുഗ്രഹിക്കപ്പെടുന്നത് കാണാൻ കർത്താവെ, മോണിക്ക പുണ്യവതിക്ക് അനുഗ്രഹം ഉണ്ടായതുപോലെ ഞങ്ങൾക്കും അകൃപ നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കൾ ആരും നശിച്ചു പോകാതെ, തോറ്റുപോകാതെ, നിരാശപ്പെട്ട് പേടിച്ച് പിന്നോട്ട് പോകാതെ അങ്ങയുടെ കരുത്തോടെ, അങ്ങയുടെ കൃപയുടെ സമൃദ്ധിയില്, അങ്ങയുടെ ശക്തമായ സഹായത്തില് ഞങ്ങളുടെ മക്കള് അനുഗ്രഹിക്കപ്പെടട്ടെ. ഒരു തിന്മയും ഞങ്ങളുടെ മക്കളെ പിടിച്ചെടുക്കാതിരിക്കട്ടെ. ഒരു പിശാചിന് കെണിയിലും ഞങ്ങളുടെ മക്കൾ ചെന്ന് പെടാതിരിക്കട്ടെ. ഒരു പ്രലോഭനത്തിലും ഞങ്ങളുടെ മക്കൾ വീഴാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ നിരാശപ്പെടാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ അശുദ്ധിയില് നശിച്ചു പോകാതിരിക്കട്ടെ. ഞങ്ങളുടെ മക്കൾ പരീക്ഷയിൽ തോറ്റുപോകാതിരിക്കട്ടെ. തോറ്റുപോയാലും കർത്താവെ, കരുത്തോടെ അങ്ങയിൽ ആശ്രയിച്ചുകൊണ്ട് വീണ്ടും ഉയർന്നു വരുവാൻ ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. മക്കളുടെ എല്ലാ നിയോഗങ്ങളും പ്രാർത്ഥനകളും തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ശക്തമായ മാധ്യസ്ഥത്തോട് ചേർന്ന് അമ്മയുടെ മാതൃക സ്വീകരിച്ചുകൊണ്ട് സന്തോഷത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ, അതിലേറെ വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മക്കളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ സമാശ്വസിപ്പിക്കണമേ. ഞങ്ങളുടെ മക്കളെ ധൈര്യപ്പെടുത്തണമേ. ഞങ്ങളുടെ മക്കൾക്ക് വിജയം നൽകണമേ. എല്ലാ നിയോഗങ്ങളും മക്കൾക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥത്തില് കർത്താവിന്റെ ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി
സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. കർത്താവ് ഞങ്ങളുടെ മക്കളുടെ മേൽ ഈ ആശീർവാദത്തിലൂടെ എല്ലാ വരങ്ങളും ചൊരിഞ്ഞ് അങ്ങ് അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മുടെ മക്കളുടെ ശിരസിന് മുകളിലേക്ക് എന്ന പോലെ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് കർത്താവിന്റെ ആശീർവാദം മക്കളുടെ ശിരസിലേക്ക് ഭക്ഷിക്കപ്പെടാൻ വേണ്ടി കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ച എന്റെ മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് അതിശക്തമായിട്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പം നമ്മൾ ഈ ശുശ്രൂഷ അനേക മക്കൾക്ക് ആശ്വാസമാകത്തക്ക വിധത്തില് മാതാപിതാക്കൾക്കും പ്രിയപ്പെട്ടവർക്കൊക്കെ പങ്കുവെച്ചു കൊടുക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും പങ്കുവെച്ചു കൊടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനി ആരെങ്കിലും മുടങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ അച്ഛനടിക്ക് ഓർമ്മിപ്പിക്കണമല്ലോ. നിങ്ങളത് പുനഃ ആരംഭിക്കുക. അനേകം മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കട്ടെ. ഒത്തിരി മേഖലകളിലേക്കൊക്കെ നമുക്ക് നിരന്തരം പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി. ഒത്തിരി പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, യുദ്ധത്തിന്റെ മേഖലയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണോട്ടോ. കുറെ പേര് ഗൾഫിൽ നിന്നൊക്കെ വിളിച്ച് പേടിച്ചെടുക്കുന്ന ഉറങ്ങാത്ത മക്കള്, പഠനം മുടങ്ങിപ്പോയ മക്കള്, പരീക്ഷ മുടങ്ങിപ്പോയ മക്കള്, യാത്ര മുടങ്ങിപ്പോയ മക്കള്, പേടിച്ചിട്ട് രാത്രി എന്താ സംഭവിക്കണേ പേടിച്ചിട്ട് ഉറങ്ങാത്ത മക്കള്, എല്ലാ മക്കൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ആയിരുന്ന ശുശ്രൂഷ പങ്കെടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. സ്വർഗത്തിലെ സഹായം നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരുണാ കടാക്ഷം, കൃപാ കടാക്ഷം നിങ്ങളോട് കൂടി ഉണ്ടായിരിക്കട്ടെ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഈശോ അനുഗ്രഹിക്കട്ടെ.